എൻ്റെ ഉമ്മ ആ സ്കാൻ റിപ്പോർട്ട് വന്നിട്ട് തലയിറങ്ങിയ വീണു. അതായത് വെച്ചാൽ എൻ്റെ ഒരു കിഡ്നി ഫങ്ഷൻ ഇല്ലാതിരിക്കുവാണ്. അപ്പം അത് അടുത്തുള്ള റിലേറ്റീവ്സ് തന്നെ പറയുന്നത് നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കൊച്ചു പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് മരിച്ചു പോയി. കിഡ്നി ഇല്ലെങ്കിലും നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ ഇങ്ങനെ ബിസിനസ് ചെയ്യാം അല്ലേ? തീർച്ചയായും അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാനാണ്. കല്യാണം കഴിഞ്ഞ് ഒരു മോനും ഉണ്ട്, ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട്. ഫുൾ ടൈം ബെഡി വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കും. ആ ടൈമിൽ തന്നെ എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കാം. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ വീടുന്നുണ്ടെന്ന് വെച്ച് ഇതേപോലെ ഓയിൽ നമുക്ക് സെയിൽ ചെയ്യാം, ഞാൻ റെഡിയാണ്. അപ്പോൾ പയ്യനൊരു സ്റ്റാഫിനെയൊക്കെ എടുത്ത് അത് 1 നിന്ന് 10 വരെയായി. കുഴപ്പമില്ലാതെയൊക്കെ 10 സ്റ്റാഫാണോ? 10ഓളം സ്റ്റാഫുകൾ നമുക്ക് ഉണ്ടായി. 2021 തുടങ്ങി ഇപ്പം 10ഓളം സ്റ്റാഫുകളായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എതിരായിട്ട് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ട് അവിടെ ഡ്രഗ്സിൽ നിന്നൊക്കെ ആള് വന്നു. അങ്ങനെ കുറച്ച് നാൾ സെയിൽ ചെയ്യരുതെന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. എനിക്കൊരു 10 രൂപ എടുക്കാനില്ലാത്തടത്ത് ഇപ്പൊ നമുക്ക് 10 പേർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര അഭിമാനം, പ്രൗഡായിട്ട് എന്റെ ലൈഫ് വെറുതെ ആയിപ്പോയില്ലല്ലോ എന്നുള്ള ഒരു തോട്ടമുണ്ട്. അവൻ നമ്മളെ പോലെ അല്ല വിനോദ്. ഇല്ലാത്തതിന്റെ പേരിൽ വിഷമിക്കാത്ത, ഉള്ളത് വെച്ച് ജീവിക്കാൻ പഠിച്ചവൻ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഒരു അയൺ ലേഡി എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വിശേഷിപ്പിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാകും. സ്വന്തമായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കി അതൊരു ബ്രാൻഡാക്കി മാറ്റിയ ഒരു ബിസിനസ് വുമൺ ആണ്. അതോടൊപ്പം തന്നെ ഒരു റിയൽ ഇൻഫ്ലുവൻസർ ആണ്. അപ്പോൾ നമുക്ക് വെൽക്കം ചെയ്യാം ആൽഫിയ അഷ്കർ അലി. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ എങ്ങനെ പോകുന്നു ബിസിനസ് ഒക്കെ? ഇപ്പം നല്ലപോലെ പോകുന്നു ബിസിനസ്, കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ട് പോകുന്നു. ഒരു ഇൻഫ്ലുവൻസർ ആണ്, അതുപോലെ തന്നെ ബിസിനസ് വുമൺ ആണ്. ഏതാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഇഷ്ടം ബിസിനസ് വുമൺ എന്ന് പറയാൻ തന്നെയാണ് ഇഷ്ടം. കാര്യം നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളുണ്ട്, നമ്മൾ വെറുതെ ഇരിക്കാൻ ടൈം കിട്ടത്തില്ല. ഇൻഫ്ലുവൻസിങ് എനിക്ക് ഇഷ്ടമാണ്. കാര്യം എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് പറയാറുണ്ട്, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അവർ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി എന്നൊക്കെ കേൾക്കുമ്പോൾ അതും എനിക്ക് ഒരു സപ്പോർട്ട്, ഒരു മോട്ടിവേഷൻ, പിന്നെയും ചെയ്യാൻ തോന്നും. ജീവിതം തന്നെ ഒരു എന്താ പറയാ ഒരു ഇൻസ്പിറേഷൻ ആണ് ആൽഫിയയുടെ. ചിന്നു എന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഇപ്പം എൻ്റെ ഒരു ലൈഫ് സ്റ്റോറി ഉണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ഇറക്കാം, അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതെ അതെ. ആദ്യം ഒന്ന് മുടിയൊന്ന് മുന്നിലോട്ടിട്ട്, ഓ നിങ്ങൾക്ക് ആരാണെന്ന് അറിയണ്ടേ? നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് കണ്ടിട്ടുണ്ടാവും, ആൽഫിയ അഷ്കർ അലി ആണ് പേജ്. കണ്ടോ, ഈ മുടിയുടെ ഒരു ഫാൻ ആയിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നേക്കുന്നത്. മുടി കാണിക്കണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റ് ചെയ്തിട്ട് വന്നേന്ന് ഇറങ്ങിയതാ. കുറച്ചുകൂടി സെറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ഇത് എങ്ങനെ സാധിക്കുന്നു. അത് പാടാണ്. നമുക്കിപ്പം ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് പറയും ലോങ് ഹെയർ ആണ് സൂപ്പർ എന്ന്. ലോങ് ഹെയർ ഉള്ളവർക്ക് അറിയാം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ്. എൻ്റെ മുടി ഇച്ചിരി ചുരുണ്ട് അല്ലെങ്കിൽ ആ ഒരു ടൈപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല പാട്, എപ്പോഴും ചടയും കാര്യങ്ങളൊക്കെ വരും. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പ്രശ്നം കിട്ടും. ഒരുപാട് ഫാൻസ് ഉണ്ടോ മുടിക്ക്? മുടിയുടെ വീഡിയോസൊക്കെ എപ്പോൾ ഇട്ടാലും നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ചിലർ ചോദിക്കുന്നത് നമ്മൾ എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നതാണെന്ന് പറയും. ഞാൻ മാക്സിമം വീഡിയോയിൽ ഒക്കെ മുടി കെട്ടി വെച്ചിട്ടാണ് വീഡിയോസ്. ചില വീഡിയോയിൽ മാത്രമേ അഴിക്കാറുള്ളൂ. അപ്പോൾ എല്ലാവരും പറയും ഇല്ല ഇത് എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്നതാന്നൊക്കെ പറയും. നാച്ചുറൽ അല്ല, ഷോപ്പിൽ വരുന്നവരൊക്കെ ചോദിക്കും മുടി ഒന്ന് അഴിച്ച് കാണിക്കാൻ പറയും. അപ്പോൾ ഞങ്ങൾ കാണിച്ചൊക്കെ കൊടുക്കും. ചില പ്രായമുള്ളവരൊക്കെ വന്നിട്ട് മുടി വലിച്ചു നോക്കും. അവർ പറയും എനിക്ക് വേറെ എടുക്കുമെന്നൊന്നും നോക്കത്തില്ല, വലിച്ചൊക്കെ നോക്കിയിട്ട് ഇത് ഒറിജിനൽ അല്ലേന്ന് നോക്കിയാൽ പറഞ്ഞാൽ ഒറിജിനൽ ആണ്. അങ്ങനെ വന്നിട്ട് വാങ്ങിക്കുന്നവരുണ്ട്, വെറുതെ ഫേക്ക് ആയിട്ട് കാണിക്കുന്നതാണെന്ന് അറിയാനായിട്ട്. എന്നുവെച്ചാൽ ഇത് വലിച്ചു നോക്കിയിട്ട് ഊരിപ്പോരോ വിഗാണെന്ന് പറയാൻ വേണ്ടിട്ട് ചോദിക്കുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞാൽ ലല്ലൂസ് എന്നാണല്ലേ ഹെയർ ഓയിൽ ബ്രാൻഡിന്റെ പേര്. അത് ആ ഒരു പേരിട്ട സമയത്ത് ഞാൻ കുറെ അങ്ങനെ നെഗറ്റീവായിട്ടാണ് എനിക്ക് വന്നത്. അതായത് നമ്മൾ മാക്സിമം എന്ന് പറഞ്ഞാൽ എനിക്ക് മോൻ വന്ന ശേഷമാണ് ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ വന്നത്. അപ്പൊ എനിക്ക് ഏറ്റവും സൂട്ടായിട്ട് തോന്നിയ പേര് ലല്ലൂസ് എന്ന് തന്നെ. അപ്പൊ അത് ഇട്ട സമയത്ത് നല്ല ഇച്ചിരി എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആൾക്കാർ കേട്ടിട്ട് പറഞ്ഞു ഈ ഒരു ബ്രാൻഡ് നെയിം ചേരത്തില്ല, ലല്ലൂസ് അത്ര എങ്ങനെ ഓടത്തില്ല എന്നുള്ള രീതി എന്നോട് പറഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, ഇപ്പം UK-ലും യൂറോപ്പിലും ഒക്കെ ആളുകൾ ഈ ലല്ലൂസ് എന്നുള്ള ഹെയർ ഓയിൽ ആ ഒരു പേര് അവിടെ എത്തി. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ അന്നെടുത്ത ഡിസിഷൻ തോന്നിയിട്ടില്ല. അതാണല്ലോ അതൊരു ബ്രാൻഡ്. ഇപ്പം ആ ഒരു പേരിൽ തന്നെ ട്രേഡ് മാർക്കും കാര്യങ്ങളും രജിസ്ട്രേഷൻ എല്ലാം ഉണ്ട്. അപ്പം ആ ഒരു പേര് മാറ്റണമെന്നും പറഞ്ഞവരെ കുറെ ഇഷ്യൂ വന്നതായിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ മാറ്റത്തില്ല, ഇത് എത്ര നാൾ വന്നു അത്രയും നാൾ ഈ പേര് തന്നെ വേണം, കണ്ടിന്യൂ ചെയ്യണമെന്ന്.
അപ്പൊ ഇപ്പൊ മുടി ഇങ്ങനെ ആൾക്കാർ വലിച്ചു നോക്കുമെന്ന് പറഞ്ഞല്ലോ, അപ്പം അതെന്ന് വെച്ചാൽ ഒരുപാട് ഹെയർ ഓയിലുകൾ ഇന്ന് നമ്മുടെ വിപണിയിലുണ്ട്. പക്ഷെ പലപ്പോഴും അതൊന്നും എന്താ പറയുക ഒരു പരിഹാരം ആവാറില്ല മുടി കൊഴിച്ചലിനായാലും. അതുകൊണ്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ വന്ന് പിടിച്ചു വലിച്ചൊക്കെ നോക്കുന്നത് ഇത് ഒറിജിനൽ ആണോ? ഇപ്പം എന്നോട് തന്നെയാണെങ്കിലും കുറെ ആൾക്കാർ ഞാൻ ഇനി യൂസ് ചെയ്യാൻ ഇനി ടാറ അല്ലെങ്കിൽ മറ്റേ എഞ്ചിൻ ഓയിലൊക്കെ ഉള്ള അതുപോലെ എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി പരീക്ഷിക്കാൻ വയ്യ. പൈസ ചില ഓയിലുകൾ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നമ്മുടെ ഓയിൽ എന്ന് പറഞ്ഞാൽ നോർമൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു രീതിയിലെ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയാണ് ഒരു ബോട്ടിലിന്? ഇപ്പൊ നമുക്ക് GST ഇൻക്ലൂഡഡ് GST എല്ലാം കൂടെ ചേർത്ത് 350 സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത്. പിന്നെ വലിയ അതിന്റെ അനുസരിച്ച് നമുക്ക് 5 അളവുണ്ട്. അപ്പൊ അതനുസരിച്ച് റേറ്റുകൾ വേരിയേഷൻ. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു കമന്റ് കണ്ടതാണ്, അയ്യോ ഭയങ്കര കത്തിയ 2200 രൂപയാന്നും പറഞ്ഞിട്ട്. അത് അപ്പൊ അങ്ങനെ ആൾക്കാരെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ബോട്ടിലിന് 2200 രൂപയോന്ന്. ഈ 2200 രൂപ എന്ന് പറയുന്നത് 1 ലിറ്റർ ഓയിലിന്റെ പ്രൈസ്. 1 ലിറ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 3 മാസം തൊട്ട് 4 മാസം വരെ യൂസ് ചെയ്യാനുള്ള ഓയിൽ കാണും. ആ ഒരു ഓയിലിൽ ഏകദേശം GST ടാക്സ് എല്ലാം വരുമ്പോൾ തന്നെ ഒരു 460-70 രൂപ ആ റേറ്റിൽ പോകും. പിന്നെ ഇതിന്റെ ഓയിലിന്റെ പ്രൈസ് ഇപ്പൊ അറിയാലോ, കോക്കനട്ട് ഓയിലിന് എങ്ങനെ പോയാലും 1 ലിറ്ററിന് നമുക്ക് 495 രൂപ ആ ഒരു റേറ്റ് വരും. ഇൻഗ്രീഡിയൻസ്, സ്റ്റാഫുകളുടെ ചാർജ്, അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഒരുപാട് എഫേർട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഇലകൾ പോലും നമ്മൾ ഹാൻഡ് പിക്ക് ചെയ്യുന്നുണ്ട്. പകുതി കൂടുതൽ നമ്മൾ ഈ തൃശ്ശൂർ, പാലക്കാട് ഏരിയയിൽ നിന്ന് വരുത്തിപ്പിക്കും. അപ്പൊ അതിന്റെ ചാർജ് അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ വലിയ വലിയ ബ്രാൻഡുകളുടെ ഒരു ചെറിയ 10 ഗ്രാമിന്റെ ലിപ്സ്റ്റിക്ക്, ബ്രാൻഡിന് ഞാൻ പറയുന്നില്ല, അറിയാലോ, 3500-4000 കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്നവര് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി 2200 വാങ്ങിക്കും. അത് വേണ്ടവർ വാങ്ങും, ആവശ്യക്കാർ എന്തായാലും എത്രയാണെങ്കിലും അത് വാങ്ങിക്കും. പക്ഷെ നമ്മളങ്ങനെ കത്തി റേറ്റ് ഇട്ടിട്ടില്ല. പിന്നെ ഒരു കമന്റുകൾ കണ്ടതാണ്, ഡിലേ ആണ് ഭയങ്കര. അത് ഈ പാക്ക് ചെയ്യുമ്പോ അത് എന്താണ് ഡിലേ? ഒരു 20-25 ദിവസം എടുക്കുന്നു ഒന്ന് താന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആൾക്കാര്. അത് നോർമലി നമ്മൾ മറ്റുള്ള ബ്രാൻഡുകളെ പോലെ നേരത്തെ കൂട്ടി ചെയ്ത് വെക്കാറില്ല. ഫ്രഷ് ബാച്ച്, അതിപ്പോൾ നമ്മുടെ ബാച്ച് നോക്കിയാൽ അറിയാം. നമ്മളിപ്പോൾ ഒരാൾക്ക് ഓർഡർ ചെയ്താൽ ഒരു 5 days നമ്മൾ ഓർഡർ എടുത്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് തന്നെയാണ് സാധനം കൊടുക്കുന്നത്. അപ്പോൾ അതായി തീരുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ 5 ദിവസം കാൽക്കുലേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു 7 ദിവസം എടുക്കും. അതായി വന്ന് തണുത്ത ശേഷം അത് അരിച്ച് ഫിൽട്ടർ ചെയ്ത് കുപ്പിയിലാക്കി സ്റ്റിക്കർ ഒട്ടിച്ച് ആ സാധനം പോകുമ്പോൾ കുറച്ച് ഡിലേ വരും. മാക്സിമം 10 വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ഈ ഞായറാഴ്ചകൾ, അവധികളൊക്കെ നമ്മൾ ഒഴിവാക്കും. അപ്പൊ അതുകൊണ്ടുള്ളൊരു ചെറിയ ഡിലേ ഉള്ളു. അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആയിരിക്കും, പെട്ടെന്ന് വന്ന് കയറുന്ന കുറച്ച് ഓർഡറുകൾ കാരണം ഒക്കെ ഉള്ളു. അല്ലാതെ നമുക്ക് കുഴപ്പമില്ല, നല്ലപോലെ. ശരിക്കും പറഞ്ഞ ഇൻഫ്ലുവൻസർ ആയിരുന്നു. ഇൻഫ്ലുവൻസർ ആയിട്ടാണ് ഈ ഹെയർ ഓയിൽ ബിസിനസ്സിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഈ മുടി കണ്ടിട്ട് ആൾക്കാർ ചോദിച്ചാണ് ഇതിൽ എന്താ തേക്കുന്നത്, അങ്ങനെ ചോദിച്ച് അങ്ങനെയാണോ ഇതിലേക്ക് വന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു ചെറിയൊരു മൊമെന്റിലാണ് നമ്മൾ ഈ ബിസിനസ്സിലോട്ട് വന്നത്. പലരും ഇതും ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ അതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ എന്താണെന്നൊക്കെ അറിഞ്ഞിട്ടായിരിക്കും. ശരിക്കും ഞാനൊരു എന്താ പറയുക, ടിക്ടോക്കൊക്കെ ചെയ്യുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ടിക്ടോക്ക് നിന്ന സമയത്ത് ഇനി വീഡിയോസ് ഒന്നും ഇല്ല, ഇൻസ്റ്റയിൽ അക്കൗണ്ട് പോലും എനിക്ക് ഇല്ല. അപ്പം അങ്ങനെ ഇരുന്ന ഞാൻ പെട്ടെന്ന് ഇതിലോട്ട് വരാൻ കാര്യം നമുക്ക് സാമ്പത്തികം ബുദ്ധിമുട്ട് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു. കാര്യം ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെയാണ്. ഹസ്ബൻഡിനാണെങ്കിലും ജോലി ഇല്ല. അപ്പം എനിക്കാണെങ്കിൽ മോനുണ്ട്. മോനൊരു പാമ്പർ പോലും വെച്ചു കൊടുക്കാനുള്ള നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, ഡിഗ്രി ഒക്കെ പഠിച്ച് എന്നിട്ട് നമ്മളിങ്ങനെ വീട്ടിൽ തന്നെ, അല്ലെങ്കിൽ നമുക്കൊരു എല്ലാ ചെലവുകളും ഭർത്താവ് അല്ലെങ്കിൽ വാപ്പ തരണം എന്ന് പറയുന്ന ആ ഒരു രീതി മാറണം. പൊതുവെ എല്ലാരും വിചാരിക്കുന്നത് അവരുടെ മാത്രമാണ്. പെൺപിള്ളേർക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. അവർ വീട്ടിൽ നിൽക്കുക, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, ഭർത്താവിന്റെ കാര്യം നോക്കുക, കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുക. എനിക്ക് അതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. ചെറുതിലേ തൊട്ട് ഉമ്മിച്ചാണേലും പറയുന്ന കാര്യമുണ്ട്, ഉമ്മി ഇപ്പൊ ഞാൻ ഹൗസ് വൈഫായിട്ട് ഒതുങ്ങി ഇത്ര നാൾ പോയി, അതേപോലെ നിങ്ങൾ വരരുതെന്ന് എനിക്ക് എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. ഉമ്മി ഭയങ്കര ഫൈറ്റ് ചെയ്തിട്ടാണ് എന്റെ ഡിഗ്രിക്കൊക്കെ ചേർത്തത്. നമ്മളെ കൂടുതൽ പഠിക്കേണ്ട ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. അപ്പം ഉമ്മി കുറെ വഴക്കൊക്കെ ഉണ്ടാക്കി എന്റെ ഡിഗ്രിക്കൊക്കെ വിട്ടു. പക്ഷെ എന്റെ കല്യാണം കഴിഞ്ഞപ്പം കുഞ്ഞായി പെട്ടെന്ന്. എനിക്കപ്പം ഡിഗ്രി 3rd year ഒക്കെ മോനെ പ്രഗ്നന്റ് ആയിട്ടാണ് പോയി ഞാൻ എക്സാം ഒക്കെ എഴുതിയത്. അപ്പൊ എനിക്ക് കുഞ്ഞുമായി അവനെ ഇട്ടിട്ട് എനിക്കൊരു ജോലിക്ക് പോകാനും പറ്റത്തില്ല. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ ബ്രൈഡൽ മേക്കപ്പ് കുറച്ച് ചെയ്ത് അതങ്ങോട്ട് സെറ്റായില്ല. പിന്നെ അടുത്ത് ഞാൻ ചെയ്ത് മെഹന്തി ആർട്ടിസ്റ്റായിട്ട് ചെയ്തു, അതും സെറ്റായില്ല. അപ്പം ഞാൻ ഫുള്ള് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇതേപോലെ നീ യൂട്യൂബ് യൂട്യൂബ് ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ഉമ്മിയും സിസ്റ്ററും കൂടെ ഭയങ്കര മോട്ടിവേഷൻ തന്ന് കുഞ്ഞിനെ ആ സമയത്ത് അവർ പിടിച്ചൊക്കെ വെക്കും. ഞാൻ അങ്ങനെ കുറെ കണ്ടന്റ് ഒക്കെ ഇട്ട് ഇരുന്ന സമയത്ത് ഇതേപോലൊരു കണ്ടന്റ് ആയിട്ട് ഇട്ടതാണ് ഹെയർ ഓയിൽ. കാര്യം അന്ന് റീൽസില്ല, ടിക്ടോക്കിലൊക്കെ എന്നെ മുടി കണ്ട ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് ഓയിലാണ്, എങ്ങനെയാണ് എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ പറയും, എൻ്റെ ഉമ്മയുടെ ഉമ്മ ചെയ്തു തന്ന ഒരു ഓയിലാണ്, അത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് അത്യാവശ്യം റിസൾട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്.
അപ്പൊ അവർക്ക് ഒരു കണ്ടന്റ് ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ നമ്മളിത് ഇലകൾ പറിക്കുന്നത്, അത് അരയ്ക്കുന്നത് എല്ലാം ഡയറക്റ്റ് ലൈവായിട്ട് കാണിച്ച് കാണിച്ചു കൊടുത്ത്. ഫുൾ പ്രിപ്പറേഷൻ വീഡിയോ ചെയ്തിട്ട്. പക്ഷെ അത് അത്യാവശ്യം നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് മൊത്തം എനിക്കിത് കുറച്ചുണ്ടാക്കി തരുമോ, റേറ്റ് എത്രയാ, അങ്ങനെയുള്ള കമന്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന എല്ലാത്തിനും അടിയിൽ ഇല്ല ഇത് സെയിലല്ല സ്വന്തം നിനക്ക് ചെയ്യാം, ഇത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കും. ഒരിക്കൽ പോലും അപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടില്ല ഇതൊരു ബിസിനസ് ആയിട്ട് മാറണമെന്ന്. അങ്ങനെ ഇരുന്ന ടൈമിലാണ് പുള്ളിക്ക് ദുബായിലോട്ട് ഒരു ഓഫർ വന്നായിരുന്നു ഗൾഫിലേക്ക് പോകാൻ. അപ്പൊ ആ ടൈം കുറച്ച് സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ എൻ്റെ കുറച്ച് ഫണ്ട് ഉണ്ടായിരുന്നു, ഒരു 7,000-8,000 രൂപ ആ സമയത്തുണ്ടായിരുന്നു. പുള്ളിക്ക് പോകാനുള്ള ഷർട്ട് സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുത്ത് കയറ്റിയൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന്റെ ബർത്ത്ഡേ വരുമായിരുന്നു ആ സമയം. അപ്പൊ എനിക്ക് അവന് കൊടുക്കാനായിട്ട് ഡ്രസ്സൊക്കെ ഓർഡർ ചെയ്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പോഴത്തേക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഒരുക്കിയപ്പം ഫണ്ടില്ല. അപ്പൊ റിട്ടേൺ അടിക്കേണ്ടി വന്നു എനിക്ക്. അപ്പൊ അത് ഭയങ്കര ഒരു വിഷമമായി പോയി. വാങ്ങിച്ചിട്ട് എനിക്ക് എന്നെ തന്നെ കുറ്റബോധം, ഞാൻ എന്തിനു ഉമ്മ ഇട്ടിരിക്കുന്നേന്നുള്ള ഒരു സങ്കടത്തിൽ ഞാൻ ഇങ്ങനെ ബെഡിൽ വന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കും. ആ ടൈമിൽ തന്നെ എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പം ഞാൻ അങ്ങനെ നോക്കിയില്ല, വലിയൊരു മെസ്സേജ് ആയിട്ടായിരുന്നു. അപ്പം അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ എടുത്ത് വായിച്ചപ്പോൾ യൂട്യൂബിലൊരു കമന്റ് ആണ്. അപ്പം ഇതേപോലെ ഒരു ലേഡിയായിരുന്നു, ഞാൻ ഗൾഫിലേക്ക് പോവാണ്, നല്ല ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരുടെ ഉമ്മ അവർക്കും ഉണ്ടാക്കി കൊടുക്കും, ഇപ്പോൾ പുള്ളിക്കാരി ജീവിച്ചിരിപ്പോ ഇല്ല, ഓയിൽ നിങ്ങൾ ചെയ്തു തന്നാൽ എനിക്ക് ഉപകാരമായിരിക്കും, എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന്. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിലായി അങ്ങനെയാണെങ്കിൽ ഇതൊരു ബിസിനസ് ആക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ഉമ്മീടുന്നുണ്ടെന്ന് വെച്ച് ഇതേപോലെ ഓയിൽ നമുക്ക് സെയിൽ ചെയ്യാം, ഞാൻ റെഡിയാണ് എന്നുള്ളത്. അപ്പൊ ഉണ്ടാക്കാൻ അറിയാമായിരുന്നു? ഓൾറെഡി നമ്മുടെ വീട്ടിൽ ഇത് ഞാൻ യൂസ് ചെയ്ത് വരുന്ന ഓയിലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഉമ്മി പറഞ്ഞു നിനക്ക് ഇത് സക്സസ് ആയി പോകുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും നിൽക്കാം എന്നുള്ളൊരു ഇത് പറഞ്ഞു. അങ്ങനെ വാപ്പിച്ചെടുത്ത് നിന്നിട്ട് ഞാൻ ഇതേപോലെ ചെറിയൊരു ഫണ്ട് ഒരു 200 രൂപ വാങ്ങിച്ച്. അന്ന് വെളിച്ചെണ്ണയ്ക്ക് വില കുറവാണ്, 120-110 രൂപ. അത് പോയി വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് കടവായിട്ട് വാങ്ങിക്കുവാണെന്ന് വാങ്ങിച്ചു. അപ്പൊ പറഞ്ഞു നീ ഇറങ്ങിക്കോ, എന്തിനാണ് സപ്പോർട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ആ പൈസ വാങ്ങിച്ച് ചെറിയ കാര്യങ്ങൾ വെച്ച്. കുപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ ആക്രിക്കടയിൽ നിന്നാണ് കേട്ടോ കുപ്പി ഫസ്റ്റ് കൊടുക്കുന്നത്. അതായത് ഈ കമ്പനികളൊക്കെ പൊട്ടിയിട്ട് ബാക്കി വരുന്ന കുപ്പികളുണ്ടല്ലോ, അങ്ങനെയുള്ള കുപ്പിയുടെ ആ സ്ഥലത്ത് പോയിട്ട് ചോദിച്ച് ഒരു കുപ്പിക്ക് 1 രൂപ എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഫസ്റ്റ് ബാച്ച് കൊടുത്തത്. അങ്ങനെ അവർക്ക് ഒരു 10 കുപ്പി നമുക്ക് കറക്റ്റ് കിട്ടിയുള്ളൂ. ആ 10 കുപ്പിയും 10 ആളുകൾക്ക് ഞാൻ അയച്ചു. അത് കൊറിയർ എങ്ങനെ അയക്കുന്നതെന്ന് പോലും അറിയത്തില്ല. ഞാൻ വലിയ പാർട്സലൊക്കെ പോകുന്ന കൊറിയർ സർവീസിലൊക്കെ ചെന്ന് തിരക്കി ഇവിടെയാണോ കൊടുക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവിടെ കൊടുക്കത്തില്ല. പിന്നെ ആമസോണിന്റെ സൈറ്റ് അവിടെ എല്ലാം പോയി. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ആരോ പറഞ്ഞ DTDC ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിൽ പോയിട്ട് അപ്പോൾ അവർ ബോക്സ് വേണം, അത് വേണം. അപ്പൊ എവിടുന്ന് വാങ്ങിക്കണം എന്നറിയാം. ഞാൻ ആലപ്പുഴയാണ്. അപ്പം പല സ്ഥലത്ത് നടന്ന് അങ്ങനെ ഒരു കൊറിയറൊക്കെ ഒപ്പിച്ച് ഇവർക്ക് എത്തി കൈ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പിന്നെ സന്തോഷം. എന്നിട്ടും ഇത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കസ്റ്റമർക്ക് ഇത് ഓക്കെ ആകണോ എന്നറിയാതെ നമുക്ക് പറ്റത്തില്ലല്ലോ. ഒരു 7-8 ദിവസം കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് റിവ്യൂ തരാൻ തുടങ്ങി. നല്ല റിസൾട്ടാണ്, കൊള്ളാം. അതിൽ തന്നെ ഒരു സിവിയർ കണ്ടീഷൻ ഉണ്ടായിരുന്നു, ഇവിടെയൊക്കെ സോറിയാസിസ് പോലെയൊക്കെ വന്ന്, അതായത് നല്ല ഡാൻഡ്രഫ് കൂടിയിട്ട്. അപ്പോൾ അവർ ഇതേപോലെ എൻ്റെ അടുത്ത് സൊല്യൂഷനായിട്ട് ചോദിച്ചു എങ്ങനെയാ. ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂസ് ചെയ്യുക, ഡബിൾ ബോയിൽ ചെയ്യുക, ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക, അങ്ങനെ രീതിയൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ അവർക്കത് യൂസ് ചെയ്തിട്ട് അവരെനിക്ക് ഒരുപാട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന രീതിയിലൊക്കെ മെസ്സേജൊക്കെ അയച്ചിട്ട് പറഞ്ഞു അവരുടെ ആ കുഞ്ഞിൻ്റെ അസുഖം തലയിൽ മാറി. അപ്പൊ അവരിപ്പോഴും എനിക്ക് കണ്ടിന്യൂ ആയിട്ട് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് ചെയ്തു. എത്ര വർഷമായിട്ട്? ഇപ്പോൾ 4 വർഷമാണ്. ഈ നവംബർ വരുമ്പോൾ 4 വർഷമാവും. അപ്പൊ ആ കമന്റുകളൊക്കെ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള കമന്റ്, നമ്മൾ പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചല്ല. അപ്പൊ അതൊക്കെ അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കൊണ്ട് ഇട്ട് അപ്പം നമുക്ക് ഒരു ജെന്യുവിറ്റി കൂടി. അങ്ങനെയാണ് ഒരു തുടക്കം നമുക്ക് ഉണ്ടായത്. ആദ്യം ഇപ്പൊ ഉപ്പയുടെ കയ്യിൽ നിന്ന് ഒരു 200 രൂപ കടം വാങ്ങിയിട്ട് കുറച്ച് ബോട്ടിലുകൾ എണ്ണ ഉണ്ടാക്കി വിറ്റു. അപ്പൊ ആദ്യം 200 ലിറ്റർ ഒക്കെ ആയിരുന്നു, ഇന്നത് 2000 ലിറ്ററിൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു വളർച്ചയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ. ഏറ്റവും കൂടുതൽ എവിടെയായിരുന്നു സ്ട്രഗിള്? ഇതില് തുടക്കം തൊട്ട് ഇപ്പോഴും ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട്. കാര്യം നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പം ഇതില് പല ആളുകളും പുറത്തുനിന്ന് കാണുമ്പോൾ ചോദിക്കുക ഇതെന്ത് വലിയ പാടാ, കുറച്ച് ഇല പറിച്ച് കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാനുള്ള അതല്ലേന്ന് ചോദിക്കും. ഇതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓരോ ഇലകളും നമുക്ക് കിട്ടാൻ ആ തുടക്ക സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗൺ ഏരിയ, അപ്പോൾ ഈ ഇലകളൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടാണ്. അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഇങ്ങനെ സ്കൂട്ടർ എടുത്ത് ഓരോ ഉള്ളിലൊക്കെ പോയി ഓരോ സ്ഥലങ്ങളിൽ നാട്ടും പുറത്തൊക്കെ പോയിട്ട് ഓരോ വീട്ടുകളിൽ നിന്ന് ചേച്ചിമാരുടെ നിന്നൊക്കെ ഇതേപോലെ ഇലകളും കാര്യങ്ങളും ഒക്കെ എത്ര കൂട്ടുകൾ ഉണ്ട് ഇതിൽ ഏകദേശം നമുക്ക് ഒരു 37 ഐറ്റംസ് വരുന്നുണ്ട്. ഇലയായിട്ടും പിന്നെ പൊടിയായിട്ടും കുറച്ച് ഓയിൽസ് ആയിട്ടും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്ന് കളക്ട് ചെയ്ത് നമ്മൾ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കഴിക്കുക. അതും ഞങ്ങൾ റീലായിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആളുകൾക്ക് കുറച്ചും കൂടി ജെന്യൂനിറ്റി തോന്നി. ഇത്
നമ്മൾ വെറുതെ ഇതിൽ ഇന്ന സാധനങ്ങൾ ചേർക്കുന്നുണ്ടെന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ ഡയറക്റ്റ് ഇലകൾ, കറ്റാർവാഴ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ ഈ വീടിന്റെ മുകളിൽ ഫാം ചെയ്യുന്ന കർഷകരുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ഡയറക്റ്റ് വാങ്ങിക്കും. അതുകൊണ്ട് നമുക്ക് ഈ തമിഴ്നാട്ടിൽ നിന്നൊന്നും വരുന്ന അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല, ഡയറക്റ്റ് നാട്ടിൽ തന്നെയുള്ള ഇലകൾ, കയ്യെണ്ണ എല്ലാം നമ്മൾ പറിച്ച് ചെയ്യും. അപ്പോൾ ഇത് കാണുമ്പോൾ ആളുകൾക്ക് ഫ്രഷ് സാധനം വെച്ച് ചെയ്യുന്നു എന്നുള്ള ഒരു തോട്ട് വന്ന് അങ്ങനെ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നത്. പിന്നെ സ്ട്രഗിളിൽ അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന്റെ ABCD അറിയാതെ ഞാനൊരു എൻ്റെ റൂമിൽ ആകെ 150 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കുഞ്ഞു റൂമിൽ ഇരുന്നിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ കട്ടില്, അലമാരിയൊക്കെ എൻ്റെ ഇടയിൽ ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഇരുന്നാ പാക്ക് ചെയ്യുന്നത്. ഞാൻ അവിടെ കിടന്ന് തന്നെ ഉറങ്ങും. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര ഹെൽത്തിൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇതിങ്ങനെ സ്റ്റാഫുകളൊന്നും ഇല്ല, മെസ്സേജ് എടുക്കുന്നത് ഞാൻ. അപ്പം റീലും വീഡിയോ ഒക്കെ ഭയങ്കരമായിട്ട് റീച്ചായി, 7 മില്യൺ 8 മില്യൺ അങ്ങനെയായിരുന്നു വീഡിയോ. അപ്പം ഈ മെസ്സേജ് വരെ നമുക്ക് ഫുൾ ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ പയ്യനൊരു സ്റ്റാഫിനെയൊക്കെ എടുത്ത് അത് 1 to 10 വരെയായി, കുഴപ്പമില്ലാതെയൊക്കെ 10 സ്റ്റാഫാണോ? 10ഓളം സ്റ്റാഫുകൾ നമുക്ക് ഉണ്ടായിരുന്നു. 2021 തുടങ്ങി ഇപ്പം 10ഓളം സ്റ്റാഫുകളായിട്ട് നമുക്ക് എത്തിയിരിക്കുന്നു. നല്ല സക്സസ് ആയിട്ടാണ്, നല്ലപോലെ സക്സസ് ആയിട്ട് പോകുന്നു. അതിന്റെ പുറകോട്ട് ചിന്തിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഇപ്പൊ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ വന്നല്ലോ എന്നുള്ളത്. പിന്നെ എനിക്കൊരു 10 രൂപ എടുക്കാനില്ലാത്തടത്ത് ഇപ്പൊ നമുക്ക് 10 പേർക്ക് സാലറി കൊടുക്കാൻ പറ്റുന്നത് ഭയങ്കര അഭിമാനം, പ്രൗഡായിട്ട് എന്റെ ലൈഫ് വെറുതെ ആയിപ്പോയില്ലല്ലോ എന്നുള്ള ഒരു തോട്ടമുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ വേറൊരു സ്ട്രഗിൾ വന്നാൽ, ഞാൻ പറഞ്ഞല്ലോ ഒന്നും അറിയാതെയാണ് ഞാൻ തുടങ്ങിയത്. അപ്പൊ ഇതിൽ എന്താണ്, ഇത് ആയുർവേദമാണോ, ഇത് കോസ്മെറ്റിക് ആണോ, ഒന്നും അറിയത്തില്ല. ലൈസൻസിന്റെ ഇഷ്യൂസ് ഒക്കെ ആദ്യം വന്നായിരുന്നു. ഇത് നല്ല രീതിയിലൊരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ ഔട്ടാക്കിയിട്ടില്ലായിരുന്നു. കാര്യം നമ്മൾ ഇത് തുടങ്ങി ഇച്ചിരി റീച്ച് ആവാൻ പറയുമല്ലോ, നമ്മൾ ഒരാൾ വളരുമ്പം നമ്മൾ വളരുന്ന കൂടെ നമ്മുടെ ശത്രുക്കളും വളരും എന്ന് പറയുന്നത് വെറുതെ അല്ലാന്ന് എനിക്ക് എന്റെ ലൈഫിൽ നിന്ന്. മിത്രങ്ങളായിരിക്കും അപ്പൊ ശത്രുക്കളാവും അല്ലേ? ഭയങ്കര ഞാൻ പ്രതീക്ഷിക്കാതെ നിന്ന ആളുകളൊക്കെയാണ് എനിക്ക് തിരിഞ്ഞ് നിന്നിട്ടുണ്ടായിരുന്നത്. കാര്യം പെട്ടെന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ലൈവായിട്ട്, ഞാനിപ്പം നൈറ്റിയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ ആ രീതിയിൽ ഞാൻ ഒരുങ്ങത്തൊന്നുമില്ല, ആ ലൈവായിട്ട് തന്നെ നിന്ന് ഞാൻ എന്നെ ഉണ്ടാക്കും, റീൽസ് ഇടും. പെട്ടെന്ന് തന്നെ ഭയങ്കര, ഞാൻ പറഞ്ഞു റീച്ച്, എൻ്റെ അക്കൗണ്ട് വെറുതെ എത്രയോ 15-20K നിന്ന അക്കൗണ്ടായിരുന്നു, അത് പെട്ടെന്നായിരുന്നു എനിക്ക് 200 സംതിങ് കെയിലേക്ക് 2 ലക്ഷത്തിൽ മുകളിലേക്ക് വന്നത്. അപ്പൊ അങ്ങനെ ആയപ്പോഴത്തേക്ക് സ്വാഭാവികം സെയിൽ, അപ്പൊ ആളുകൾ ചിന്തിക്കുമല്ലോ, ഒരു ചെറിയ ഇവിടെ നിന്നുകൊണ്ട് ഇത്ര എണ്ണ ചെയ്യുന്ന, സെയിൽ ഉണ്ടാക്കുന്ന. അപ്പോൾ പൊതുവെ ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് നിന്ന് പഠിച്ച് ചെയ്യുന്ന ആൾക്കാർ വേണമല്ലോ. അപ്പൊ അവർക്ക് ഞാനൊരു എനിമിയായിട്ട് മാറി. പലയിടത്തുനിന്നും പല രീതിയിൽ ഫോഴ്സ് വന്നു. ഒരു കമ്പനി, ഹെയർ ഓയിലിന്റെ കമ്പനിയല്ല, പല കമ്പനിക്കാര് പലയിടത്തു നിന്ന് ചിലര് നോട്ടീസ് അയക്കും, പേര് മാറ്റണം, ബ്രാൻഡ് നെയിം മാറ്റണം. അപ്പൊ എനിക്ക് സ്ട്രഗിൾ ആയി. കാര്യം ഞാൻ ലല്ലൂസ് എന്നുള്ള പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് പെട്ടെന്ന് ആ പേര് മാറ്റുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചിന്തിക്കാൻ പോലും പറ്റില്ല. കാര്യം എന്റെ ഡ്രീം ആയിട്ടുള്ള നെയിമാണ്. അപ്പൊ അവർ ഭയങ്കരമായിട്ട് നോട്ടീസൊക്കെ അയച്ച് നെയിം മാറ്റണം, അവരുടെ പേരുമായിട്ട് സാമ്യമുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പം പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഇതിന് മുന്നേ ആയിട്ട് തന്നെ ഞങ്ങൾ ഇതിന് രജിസ്ട്രേഷൻ, ട്രേഡ് മാർക്ക് എന്നുള്ള സാധനം എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ ഇത് അയച്ച ഉടനെ തന്നെ നമുക്ക് ട്രേഡ് മാർക്ക് കിട്ടി. അതായത് ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു നെയിം ഒഫീഷ്യലി നമുക്ക് തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വരുന്നത് എനിക്കത് പോസിറ്റീവായിട്ടാണ് മാറുന്നത്. പണി തന്നതാണോ ആരെങ്കിലും ഇങ്ങനെ ലൈസൻസ് ഇല്ല എന്നൊക്കെ പറഞ്ഞത് പൂട്ടിക്കാനൊക്കെ? തീർച്ചയായിട്ടും ആ ഒരു സംഭവം എന്ന് പറഞ്ഞാല്, എൻ്റെ ഷോപ്പിൽ ഇതേപോലെ ഇടയ്ക്ക് ആലപ്പുഴ തന്നെ ഇതേപോലെ ഹെയർ ഓയിൽ സെയിൽ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പൊ അവർ ഇടക്കിടക്ക് എൻ്റെ ഷോപ്പിലൊക്കെ വരാറുണ്ട്, ഞാൻ അറിയത്തില്ല. അപ്പം സ്റ്റാഫ് പറയും വന്ന് കുപ്പിയുടെ ഫോട്ടോ എടുത്തോണ്ട് പോയി, ഇങ്ങനെ എടുത്തോണ്ട് പോയി. നമ്മളപ്പോഴും ചിന്തിക്കില്ല എന്തിനാ ഏതിനാന്നും അറിയത്തില്ല. പുള്ളി എൻ്റെ അടുത്ത് വന്നിട്ട് ഇതേപോലെ ഇടയ്ക്ക് വിളിച്ചിട്ട് പറയാം, ഞാൻ ബ്രാൻഡ് നെയിം പറഞ്ഞ അവരെ നമ്മൾ ഇതാക്കണ്ടല്ലോ, അവർക്ക് ഫാമിലി പിള്ളേരെ അവര് കാണിച്ച പോലെ നമ്മൾ തിരിച്ചു കാണിക്കാൻ നമ്മളോരും ഒരേപോലെ. അതിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇന്ന ബ്രാൻഡിലെ ആളാണ്, ഞങ്ങൾക്ക് പണ്ട് ഇതേപോലെ ലൈസൻസ് ഇല്ലാത്തതിന്റെ കുറെ വലിയ പ്രശ്നങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഞാൻ സഹായിച്ചു തരാം, എന്ത് വേണമെങ്കിലും ഒരു സഹോദരനെ പോലെ നിന്ന് തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മളടുത്ത് വാഗ്ദാനം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ രക്ഷകൻ വന്ന് ആ ഒരു മൈൻഡ്, പറഞ്ഞു തരാൻ ആളുണ്ടല്ലോ. കാര്യം ഞാൻ മാത്രമേ ഉള്ളൂ ഇതില്, കൂടുതൽ ഇപ്പൊ എന്റെ ഉമ്മിക്ക് വാപ്പിക്കൊന്നും ഇതിനെ പറ്റി അറിയത്തില്ല. ഹസ്ബൻഡ് ആണെങ്കിലും ആ ടൈമിൽ അധികം നമ്മുടെ കൂടെ അങ്ങനെ നിൽക്കത്തില്ല, പുള്ളിക്ക് വേറെയും ജോലി ഉണ്ടായിരുന്നു. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാത്തടത്ത് ഒരാൾ വന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുന്നത് നമ്മൾ സത്യം ഉള്ളിലുള്ള എല്ലാ കാര്യവും തുറന്നു പറഞ്ഞു. പുള്ളി ഇതെല്ലാം കൂടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് എതിരായിട്ട് ലൈസൻസ് ഇല്ലാന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ട് അവിടെ ഡ്രഗ്സിൽ നിന്നൊക്കെ ആള് വന്നു, അങ്ങനെ കുറച്ച് നാൾ സെയിൽ ചെയ്യരുതെന്നൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ അത് കൂടെ നമുക്ക് ഇത്രയും സെയിൽ കിട്ടിക്കൊണ്ടിരുന്ന ഒറ്റയടിക്ക് വന്നിട്ട് അവർ പറയുന്ന വീഡിയോ ഇടരുത്, സെയിൽ ചെയ്യരുത്, സ്റ്റോപ്പ് ചെയ്യണം. അപ്പൊ ആകെ എനിക്ക് ഡിപ്രഷൻ ആയിപ്പോയി. കാര്യം എന്നെ അല്ല ഓർത്തിട്ടല്ല, എന്നെ വിശ്വസിച്ചിരിക്കുന്ന സ്റ്റാഫുകള്. അപ്പൊ ചിലർ ചോദിക്കും അപ്പൊ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് തുടങ്ങണ്ടേന്ന്. അപ്പൊ ഞാൻ ലൈസൻസ് ഏതായിരുന്നു ഇല്ലെന്ന് പറഞ്ഞത്? ആയുർവേദിക് ഡ്രഗ് ലൈസൻസ് എന്നുള്ളത്. അപ്പൊ നമ്മൾ നോർമലി FSI, അതുപോലെ തന്നെ ഉദ്യം രജിസ്ട്രേഷൻ, ഓയിലിന്റെ ക്വാളിറ്റി ടെസ്റ്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രമേ ബേസ് ആയിട്ട് ഞാൻ ചെയ്ത് വെച്ചോളൂ. അപ്പം ഇവരിങ്ങനെ വന്ന് കംപ്ലൈന്റ് ചെയ്തപ്പം അവർക്ക് ലാസ്റ്റ് പറയേണ്ടതായിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഇതേപോലെ സെയിൽ കാര്യങ്ങളൊന്നും ചെയ്യരുത്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ആകെ ഞാൻ ഡൗൺ ആയി പോയി. കുറെ ദിവസം ഞാൻ മുറിയിൽ തന്നെയായിരുന്നു, ഇറങ്ങത്തില്ല. കാര്യം നമുക്ക് ഇത്രയും നല്ലൊരു സക്സസ് പോയിക്കൊണ്ടിരുന്നിടത്ത്
അതെ. ഇങ്ങനെ ഒരു ഇത് വന്നപ്പം പിന്നെ ഞാൻ ചെയ്യുന്നില്ല, ഇനി നിർത്തിയേക്കാം ആ ഒരു രീതിയിലായിരുന്നു. കാര്യം ഞാൻ തിരക്കിയപ്പോൾ ഡ്രഗ്സിലേക്ക് ലൈസൻസ് എടുക്കൽ വലിയ റിസ്ക് ഉള്ള കാര്യമാണ്. കുറേ കാര്യങ്ങൾ നമ്മളിത് പറ്റും, സിമ്പിളായിട്ടും പറ്റും. ലോൺ ലൈസൻസ് എന്നുള്ള രീതിയിലുണ്ട്, അതായത് മറ്റുള്ള ഒരാളുടെ കമ്പനിയിൽ പോയിട്ട് നമുക്ക് ലോൺ ലൈസൻസ് എടുത്ത് ചെയ്യാം അവരുടെ പെർമിഷൻ. നല്ല എക്സ്പെൻസീവ് ആണോ ലൈസൻസ് എടുക്കുന്നത്? അത് എടുക്കുക എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് അല്ല, കുറേ ഫോർമാലിറ്റീസ് ഉണ്ട് ചെയ്യാൻ. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാം. പക്ഷെ അത് വലിയ പാടില്ല, നമ്മുടെ സെയിലിൻ്റെ കുറച്ച് ഭാഗം ഈ ലോൺ ലൈസൻസ് എടുക്കുന്ന ആൾക്കാർക്ക് കൊടുക്കണം, ആ ഒരു രീതിയിലൊക്കെ. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തരാൻ നമുക്ക് ആളില്ല. ഞങ്ങൾ ഡയറക്റ്റ് ഫ്രഷ് ലൈസൻസാണ് എടുത്തത്. അതിനായിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഒരു ലേഡിക്ക് എടുക്കാൻ പറ്റത്തില്ലെന്നല്ല, കുറച്ച് സ്ട്രഗിളുകൾ കൂടുതലുണ്ട്. നമുക്ക് ഇന്ന ഫാക്ടറി ഇത്രയും ഒരു 1500 മുകളിൽ സ്ക്വയർ ഫീറ്റുള്ള ഒരു ബിൽഡിംഗ് വേണം, മെഷീനറികൾ വേണം, അതിനായിട്ട് ലാബ് വേണം, അതുപോലെ അതിന് ടെക്നീഷ്യൻ ഡോക്ടർമാർ വേണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതെല്ലാം എന്നെ കൊണ്ട് എങ്ങനെ ഒരു വീട്ടിൽ നിൽക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഉദ്ദേശിച്ച ആളും അത് തന്നെ വിചാരിച്ചാൽ ഞാൻ ഇതിനെ ഒന്നും പോകത്തില്ല, നിർത്തും, ആ ഒരു മൈൻഡ്. പക്ഷേ ഞാൻ അങ്ങനെ ഇരുന്നപ്പം ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാളാണ് എനിക്ക് പെട്ടെന്ന് മോട്ടിവേഷൻ തന്നത്. അതായത് ഹസ്ബൻഡ് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യം പുള്ളിയുടേതായ ഒരു മൈൻഡിൽ ഇങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളാണ്. പുള്ളിയുടെ കാര്യങ്ങൾ പിള്ളേരെ പോലെ ഒരു മൈൻഡ് സെറ്റ്. അപ്പം ഞാൻ ചെയ്യും, ജോലി ചെയ്യും, എൻ്റെ കാര്യങ്ങൾ നോക്കും. അങ്ങനെ പെട്ടെന്ന് പുള്ളി വന്നിട്ട് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ വന്ന് കിടന്നാൽ മതിയാ, ഇത് ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ തന്നെ ഇങ്ങനെ വണ്ടടിച്ചേ, പുള്ളി വന്നല്ലോ സപ്പോർട്ടിന്. സപ്പോർട്ട് ചെയ്തു. പുള്ളി വന്ന് എൻ്റെ അടുത്ത് വന്നതുപോലെ നമുക്ക് ഇറങ്ങാം, നമ്മൾ ഇറങ്ങാതെ വേറൊന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഹസ്ബൻഡും പിന്നെ 2-3 സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം കൂടി ആയിട്ട് ഞങ്ങൾ ലൈസൻസിലുള്ള പ്രൊസീജിയറൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് എന്തൊക്കെ വേണം, അങ്ങനെ ഓയിലിൻ്റെ ക്വാളിറ്റി, സ്റ്റെബിലിറ്റി, പൈലറ്റ് സ്റ്റഡി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ കൊടുത്തു, ഡോക്ടറിനെ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് കെമിസ്ട്രിസ്റ്റ്, ഒരു ബൊട്ടാണിസ്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് നടന്നു. അങ്ങനെ ഒരു ബിൽഡിങ് കമ്പനി എടുത്ത് അവർ 1500 മിനിമം പറഞ്ഞത്. നമ്മൾ 5000 സ്ക്വയർ ഫീറ്റിലൊരു ബിൽഡിംഗ് എടുത്ത് മെഷീനറികൾ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു സാധനം കൂടെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ ഫൈനലി നമുക്ക് ആയുർവേദ ഡ്രഗ് ലൈസൻസ് കിട്ടി. വീട് വെക്കാനുള്ള പൈസ അത് തന്നെ. ഞാൻ ഇതിന് വേണ്ടി നമുക്ക് ഒത്തിരി ബാങ്കുകളിൽ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ടൈമായപ്പോൾ ഒരാളും നമുക്കൊരു ലോൺ തന്നില്ല. അപ്പൊ ആ സമയത്ത് ഇത് നല്ല ഫണ്ടും വേണം. ഞാൻ അങ്ങനെ എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടാണ്. അപ്പൊ അത്യാവശ്യം ഞാൻ അതിന് വേണ്ടി ഫണ്ടിനെ കൂട്ടി വെച്ചിട്ടുണ്ട്. ആ എൻ്റെ സേവിങ്സ് എല്ലാം ഞാൻ ഈ എൻ്റെ ബിസിനസ്സിന് വേണ്ടി ഇതാക്കി. കാര്യം നമുക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ ഇനിയും ഫണ്ട് വരും. അപ്പൊ ഞാൻ അത് തന്നെ മെയിനായിട്ട് നിർത്താന്നുള്ള രീതിയിൽ ഞാൻ എൻ്റെ ഡ്രീമായിരുന്നു വീട് വെക്കണമെന്നുള്ള. അതിന് വെച്ച പൈസ മൊത്തം എടുത്ത് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ടാണ്. മെഷീനറികളൊക്കെ നമുക്ക് 10-12 ലക്ഷം രൂപ വരുന്നത്. അതെല്ലാം മെഷീനറികൾ വാങ്ങിച്ചു, അത് വാങ്ങിച്ചു, അവിടെ ഫുൾ കെട്ടി സെറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്കൊരു 10-32 ലക്ഷം രൂപയോളം ആയി. എല്ലാം ബിസിനസിന് വേണ്ടി. അപ്പൊ ഇപ്പം ഡ്രീം യാഥാർത്ഥ്യമായ വീടുണ്ട്. എനിക്ക് വീടുണ്ട്. വീട് ഞാൻ പറഞ്ഞ പോലെ ഞാൻ എൻ്റെ 23 വയസ്സിൽ ഞാൻ വാങ്ങിച്ച വീടാണ്. അതിലെനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. കാര്യം വേറെ ഇപ്പോഴും ആൺകുട്ടികളാണെങ്കിലും 27-28 വയസ്സായിട്ടും സാധിക്കാൻ പറ്റാത്തവരുണ്ട്. ചിലപ്പോൾ എന്നെക്കാളും ചെറിയ വയസ്സിൽ വാങ്ങിച്ചവരും കാണും. ഞാൻ എന്നെ കമ്പയർ ചെയ്ത് പറയില്ല. അപ്പൊ എന്നെ കൊണ്ട് അത് സാധിച്ചു. ഒരു വീടെന്നുള്ളൊരു സ്വപ്നം ഞാൻ സാധിച്ചെടുത്തു. ബിസിനസ്സിലൂടെ ഒരുപാട് ഞാൻ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായത്. ഞാൻ വീട് വാങ്ങിച്ചു, അത് വാങ്ങിച്ചത് ഇങ്ങനെയൊക്കെ ഇതുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ ഇതിന്റെ പുറകെ നമ്മൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന കാര്യങ്ങൾ പല രാത്രി നമ്മൾ ഉറങ്ങാറില്ല. ഈ ഓയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചിലപ്പോൾ 5:30-6 മണി വരെ നമ്മൾ കണ്ടിന്യൂ നിൽക്കണം. അങ്ങനെ എനിക്കാണെങ്കിൽ ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂ ഉള്ളതും കൂടെ. അപ്പം ഞാൻ ഇങ്ങനെ നിന്ന് ഭയങ്കരമായിട്ട് ഇതിനു വേണ്ടി നിന്നിട്ടുണ്ട്. അങ്ങനെ സർജറിയൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് PCOD ഒക്കെ കൂടി ഓവറി സിസ്റ്റ് ഒക്കെ വന്ന് ഭയങ്കര പെട്ടെന്ന് ബോധം കെട്ട് വീഴേണ്ട അവസ്ഥയൊക്കെ വന്നിട്ട് എന്നെ കൊണ്ട് കിൻഡറിൽ പോയി ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഒരു സൈഡ് നല്ല ഭാഗം മാത്രമേ ഇവരിത് കാണത്തുള്ളൂ. നമ്മൾ പുറകെ അനുഭവിക്കുന്ന സ്ട്രഗിളുകൾ കാണത്തില്ല. പിന്നെ ചിലർ പറയും ബിസിനസ് അല്ലേ, ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ടാലേ ഉള്ളൂ എന്ന് പറയും. ഈ 2021 ബിസിനസ് തുടങ്ങി 3 വർഷം കൊണ്ട് വീടൊക്കെ വാങ്ങിയപ്പം ശത്രുക്കൾ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. ചിരിച്ചു നിന്നവരൊക്കെ തന്നെ ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതിലൊക്കെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നോ? യൂട്യൂബിൽ വീഡിയോ ഇടുന്നതിന് അങ്ങനെയൊക്കെ? ഇപ്പൊ ഫാമിലി എന്ന് പറയുമ്പോൾ എൻ്റെ ഉമ്മച്ചി, വാപ്പച്ചി, അനിയത്തി, ഹസ്ബൻഡ് അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ സൈഡ് വരുന്ന നമ്മുടെ കുടുംബക്കാര് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും പൊതുവേ നമ്മുടെ അടുത്ത് തുറന്നു പറയത്തില്ല. അല്ലാതെ പലയിടത്തും പറഞ്ഞ് ഈ ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് തുള്ളുന്ന പോലെയല്ല ജീവിതത്തിൽ എന്നുള്ള രീതിയിലാണ്. അപ്പം നമുക്ക് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു ഇത് വന്നത്. എൻ്റെ അടുത്ത് ഡയറക്റ്റ് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഈ യൂട്യൂബിലെ കിടക്കുന്ന പുള്ളിയും ഇങ്ങനെ കാണിച്ചാൽ അവർ കൊണ്ട് തരുമോ ജീവിക്കാനുള്ള വരുമാന മാർഗം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള ഇപ്പം അവരുള്ളത് കൊണ്ടാണ് എനിക്ക് ഇന്ന് ജീവിച്ചു പോകുന്നത്. കാര്യം ഞാൻ കുറെ എണ്ണ ഉണ്ടാക്കി ഞാൻ വീട്ടിൽ വെച്ചാൽ അത് സെയിലാകത്തില്ല. അതിന് കുറച്ച്
അത് വാങ്ങിക്കാനുള്ള ആളുകൾ വേണം. അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ അറിയാലോ, മാർക്കറ്റിംഗ് ചെയ്യാൻ പുറത്ത് കടകളിൽ കൊണ്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ മോഡലിന് വേണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എത്ര വീഡിയോ ഇട്ടാലും ഒരു ദിവസം 1,00,000 ആൾക്കാർ കാണും. അപ്പൊ അത്രയും നമ്മുടെ കസ്റ്റമർ ആയിട്ട് തന്നെ നമ്മൾ കൂട്ടുന്നു. അത്രയും ആളുകൾ അത് കാണുമ്പോൾ അതിന് കുറഞ്ഞ പക്ഷം കുറച്ച് ആളുകളെങ്കിലും വാങ്ങിക്കും. അത് തീർച്ചയായിട്ടും ഇവരുടെ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾ തന്നെയാണ്. അത് മാത്രല്ല ഇതെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ബ്രാൻഡ് അംബാസിഡർ ആണ്, മോഡലാണ്, പുറത്താർക്കും പൈസ കൊടുക്കണ്ടല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡി നോക്കിയാൽ ഈ 4 വർഷത്തിൽ ഒരാളെ കൊണ്ട് പോലും നമ്മൾ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചിട്ടില്ല. വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പം നമുക്ക് ചെയ്യാൻ കഴിയാത്ത കൊണ്ടല്ല, നമുക്ക് ചെയ്യിപ്പിക്കാം. പക്ഷെ അത് ജെന്യൂനിറ്റി ഒരിക്കലും കിട്ടത്തില്ല. കുറച്ച് ആളുകൾക്ക് പൈസ കൊടുക്കുന്നു, അവർ പറയാൻ എൻ്റെ മുടി ഇത്രയും കൊഴിച്ചിലുണ്ട്, ഞാൻ തൂത്തപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞാൽ ഫേക്ക് ആയിട്ട് ചെയ്യിപ്പിക്കുക. അത് കണ്ട് 4 പേര് വാങ്ങിക്കുമ്പോൾ അവരെ ഞാൻ പറ്റിക്കുക. അപ്പൊ അവരത് വാങ്ങിച്ച് യൂസ് ചെയ്തവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ അവർ ഒരു വട്ടത്തിൽ അത് നിർത്തും. പിന്നെ ആരോട് സജസ്റ്റ് ചെയ്യില്ല, അത് കൊള്ളത്തില്ല, ഞാൻ എന്നെ കണ്ടിട്ട് വാങ്ങിച്ചാന്ന് പറയും. മറിച്ച് ഞാൻ തന്നെ എൻ്റെ റിസൾട്ട് കാണിച്ച്, എൻ്റെ ബാക്കി വരുന്ന കസ്റ്റമേഴ്സിന്റെ റിസൾട്ട് കാണിച്ച് ഞാൻ അത് സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കതൊരു ഒരു വിശ്വാസത വാങ്ങിക്കും. എങ്ങനെ പോയാലും 100 കസ്റ്റമർ എടുത്താൽ അതിൽ 98% ആളുകൾക്ക് റിസൾട്ട്. പിന്നെ ഈ സ്വന്തം മുടിയിലും ചെറുപ്പം തൊട്ടായിരിക്കുമല്ലോ യൂസ് ചെയ്യുന്നത്. എനിക്കൊരു 5th സ്റ്റാൻഡേർഡ് വരെ എനിക്ക് ഹെയർ ഇല്ലാന്ന് വെച്ചാൽ ഞാൻ മുടി വളർത്താൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. കാര്യം എനിക്ക് ആമ്പിള്ളേരെ പോലെ, വാപ്പിച്ചിക്ക് മക്കളില്ല എന്നുള്ളത് കൊണ്ട് എന്നെ ഒരു ആൺകൊച്ചിനെ പോലെ വളർത്തിക്കൊണ്ടിരുന്നത്. നിക്കറും അങ്ങനത്തെ മൈബിലാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആയപ്പോഴത്തേക്ക് എൻ്റെ ക്ലാസ്സിൽ ഒരു 5ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ഒരു കൊച്ചു വന്നു. കൊച്ചിന് നല്ല മുടി, ഇവിടം വരെ മുടിയൊക്കെ. അപ്പൊ എല്ലാ പിള്ളേരും ആ കൊച്ചുമായിട്ട് കൂട്ടി. അപ്പൊ എനിക്കും മുടി വേണം. ആ ഇത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഉമ്മയുടെ വീട് കുറച്ച് ഹരിപ്പാട് മുതുകുളം എന്നൊക്കെ പറയും, അവിടെയാ, നമ്മുടെ നവ്യ നായരുടെ ഒക്കെ വീടിന്റെ അടുത്തായിട്ട്. അപ്പൊ ഇതുപോലെ ഉമ്മച്ചിയുടെ ഉമ്മയുടെ വീട്ടിൽ വെക്കേഷൻ വരുമ്പോൾ പോകും. ഞാൻ പറയാം എനിക്ക് വെക്കേഷൻ കഴിയുമ്പോൾ എനിക്ക് ഇവിടം വരെ മുടി വേണമെന്ന്. അപ്പൊ ലിമിച്ച് പറഞ്ഞാൽ അത്രയൊന്നും ഇല്ല, കുറച്ചാക്കി തരാം, അതിനുള്ള ഓയിൽ ഉണ്ടെന്നും പറയണം. അന്ന് എനിക്ക് ലിമിച്ച് കാച്ചി തന്നെ, അത് അവരുടെ ഒരു 10-11 ഐറ്റംസ് ഇട്ട് മാത്രം കാച്ചി തന്നെ. അങ്ങനെ വെക്കേഷനൊക്കെ കഴിയുമ്പോൾ ഭയങ്കര ഒന്നും ഇല്ലെങ്കിലും കുറച്ച് മുടിയൊക്കെ ആയി. പിന്നെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്തു. പിന്നെ മുടി ആയ ശേഷം പിന്നെ ഞാൻ നിർത്തി. ഒരു +1 +2 ഒക്കെ തൊട്ട് ഞാൻ തൂക്കലൊന്നും ഇല്ല. നമ്മുടെ ഇഷ്ടത്തിനായിരിക്കുമല്ലോ മുടി കാര്യങ്ങളൊക്കെ വെക്കുന്നത്. കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് പിന്നെ മുടി പോകാൻ തുടങ്ങി, മോനെ പ്രസവിച്ചിട്ട്. പിന്നെയാണ് വീണ്ടും ഡെലിവറിക്ക് ശേഷം ഞാൻ പിന്നെയും യൂസ് ചെയ്യാൻ തുടങ്ങി, മുടിയൊക്കെ ആക്കി. അങ്ങനെയാണ് ആളുകൾ ചോദിച്ച് സെയിലാകാൻ തുടങ്ങിയത്. അപ്പോൾ അല്ല, പലരും പറയുന്നുണ്ട് ഇത് പാരമ്പര്യമായിട്ടുള്ള മുടിയ ആളെ പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ്, ഇത് യൂസ് ചെയ്യുന്ന എണ്ണ ഇടാതെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഹെയറിന്റെ വീഡിയോ ഇട്ടാല് ഒരു 150 കമന്റ് ഉണ്ടെങ്കിൽ ഒരു 50 കമന്റെങ്കിലും ഇങ്ങനെ കാണും. അതായത് നമ്മളെ പാരമ്പര്യ ഹെയർ ആണ്. ഇപ്പൊ നമ്മൾ പറയുമല്ലോ, കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയും. അതേപോലെ തന്നെയാണ് ചില ആളുകൾ അങ്ങനെ നേരത്തെ കൂട്ടി അങ്ങനെ എഴുതി വെക്കുന്ന കാര്യം. ഇത് ആ എണ്ണ യൂസ് ചെയ്തിട്ടല്ല, പാരമ്പര്യമാണ്, അത് ബിസിനസിന് യൂസ് ചെയ്യുവാണെന്നുള്ള രീതിയിൽ. ഇപ്പം ഒരു ഉദാഹരണം ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു കുട്ടി ഇത്ര ഹെയർ ഉണ്ടെന്ന്. ആ കുട്ടി തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് ഹെയർ ഓയിൽ വാങ്ങിച്ചു. കാര്യം പുള്ളിക്കാരിക്ക് PCOD അസുഖം വന്നിട്ട് നല്ല സ്കാൽപ്പ് കാണുന്ന രീതിയിലായി. ആകെ തോളിൻ്റെ അത്രയുള്ള മുടി. അത് പാരമ്പര്യ ഹെയർ ആണ്. എന്തുകൊണ്ടത് പോയി? പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എത്ര പാരമ്പര്യം കിട്ടുന്ന ഹെയറും പോകും. അത് നോർമലാണ്. കാര്യം നമ്മൾ അത് ടേക്ക് കെയർ ചെയ്യണം, അതിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കണം. ഇല്ലാതെ ഒരു സംഭവങ്ങളും നിലനിന്ന് പോകത്തില്ല. അപ്പൊ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. തീർച്ചയായും നമ്മള് വെള്ളവും വളവും കൊടുത്താലേ വളരത്തുള്ളൂ. ഈ പറയുന്ന ആളുകൾക്ക് ചിലപ്പം ഇതേപോലെ പാരമ്പര്യമായിട്ടുള്ള എത്ര ഹെയർ കമന്റ് വരുന്നുണ്ട്, എനിക്കുണ്ട്, പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് PCOD അത് ഇതുണ്ടായിട്ട് എൻ്റെ മുടി പോയിട്ടുണ്ട്, എനിക്ക് തൈറോയിഡ് ഉണ്ടായിട്ട് പോയിട്ടുണ്ട്. എൻ്റെ ഉമ്മിക്ക് അത്യാവശ്യം നല്ല ഹെയർ ഉള്ള ആളാണ്. PCOD ഒക്കെ വന്നിട്ട് നല്ല PCOD അല്ല, തൈറോയിഡിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളിയൊക്കെ ഫുള്ള് പോയി ഇത്ര വെച്ച് മുടി മുറിക്കുകയൊക്കെ ചെയ്തേ. ഇപ്പൊ ഉമ്മി ഇപ്പൊ 2-3 വർഷമായിട്ട് നമ്മുടെ ഓയിൽ യൂസ് ചെയ്ത് ഉമ്മിക്ക് നല്ല മാറ്റമൊക്കെ. ഞാൻ എന്തുകൊണ്ടാണ് ആൽഫിയ അയൺ ലേഡി എന്ന് വിശേഷിപ്പിച്ചതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ശരിക്കും പറഞ്ഞാൽ ആൽഫിയ ഇന്ന് ജീവിക്കുന്നത് ഒരു കിഡ്നി ആയിട്ടാണ്. പക്ഷെ എന്നിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. അതേക്കുറിച്ചൊന്ന് പറയൂ. ഇപ്പൊ നിലവിൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് ഇതുപോലെ എൻ്റെ ഒരു കിഡ്നി ഫങ്ഷൻ ഇല്ല എന്ന് അറിയുന്നത്. നോർമലി ഞാൻ ഭയങ്കര പണ്ടേ ആക്റ്റീവാണ്, എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് കയറി സംസാരിക്കും, ഭയങ്കര ഇതൊക്കെ. പെട്ടെന്ന് ഒരു പനി അസുഖം പോലെ വന്ന് അങ്ങനെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഇഷ്യൂ കാര്യങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. അവർക്ക് എന്താണെന്നും മനസ്സിലാകുന്നില്ല, പനി കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ അവർ അന്ന് എന്നെ എറണാകുളത്ത് വിട്ട് സ്കാനൊക്കെ വെച്ച് ചെയ്യിപ്പിച്ച്. അപ്പം എൻ്റെ ഉമ്മ ആ സ്കാൻ റിപ്പോർട്ട് വന്നിട്ട് തലയിറങ്ങിയാണ് വീണത്. കാര്യം വെച്ചാൽ എൻ്റെ ഒരു കിഡ്നി ഫങ്ഷൻ ഇല്ലാതിരിക്കുവാണ്. അപ്പം അത് റിമൂവ് ചെയ്ത് മാറ്റണം, ഇല്ല എങ്കിൽ ഫങ്ഷൻ ഒട്ടുമില്ല. അത് എനിക്ക് ജന്മന ഒരു കിഡ്നി വർക്കിങ്ങില്ല. അപ്പം അങ്ങനെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞാൽ അത് ഇരുന്നാൽ എനിക്ക് പ്രശ്നമാണ്. അതായത് അതിരുന്ന് ബൾജ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു അസുഖമല്ല. അപ്പം അതായത് അത് ഇരുന്നെങ്കിൽ എൻ്റെ വയറിങ്ങനെ വലുതായി വരുന്ന പോലെ ഒരു ഇത് വരും.
അപ്പം അങ്ങനെ അവരത് ഓപ്പറേഷനൊക്കെ ഡിസൈഡ് ചെയ്ത് അങ്ങനെ എനിക്കൊരു 8 വയസ്സുള്ളപ്പം ഫിക്സ് ചെയ്തിട്ട് ഓപ്പറേഷൻ അങ്ങനെ. അന്നേരം അത് ചെറിയ പ്രായമാണ്. അപ്പൊ ഉമ്മി പറഞ്ഞായിരുന്നു ഇങ്ങനെ മോൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പിന്നെ വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇല്ല, അന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇത് എൻ്റെ കിഡ്നിയുടെ ഓപ്പറേഷനാണ്. എൻ്റെ അടുത്ത് പറഞ്ഞത് ബ്ലഡ് എനിക്കില്ല, അപ്പം ബ്ലഡ് കയറ്റാൻ കൊണ്ടുപോവാണ് എന്നുള്ളൊരു രീതിയിലാണ് വിട്ടത്. പക്ഷെ അന്ന് ചില ആളുകൾക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്. അതായത് എന്നെ കാണാൻ വരുന്നവരൊക്കെ പറയുമായിരുന്നു, എൻ്റെ റിലേറ്റീവ്, തൊട്ടടുത്തുള്ള റിലേറ്റീവ്സ് തന്നെ പറയുന്നത്, നമ്മുടെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ കൊച്ച് പിന്നെ ഒരു 5 വർഷം കഴിഞ്ഞ് മരിച്ചുപോയി. അന്നത്തെ ആളുകൾക്ക് ഇതിനെപ്പറ്റിയൊന്നും വലിയ, ഇപ്പം എനിക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു 10-18 വർഷത്തോളം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഈ സർജറി കഴിഞ്ഞ് കിടക്കുമ്പോൾ ഇങ്ങനെ ചിലർ അഭിനയിച്ചവരും കാണിക്കും, കൈയൊക്കെ ഇങ്ങനെ തളർത്തി വെച്ചിട്ട് ഇതേപോലെ നടക്കും. അപ്പൊ അത് പറയുന്നത് എന്നെയും എൻ്റെ ഉമ്മീനെയൊക്കെ ഇരുത്തിയിട്ട് തന്നെയാണ് പറയുന്നത് ഇതേപോലെ. അപ്പൊ ആ സമയത്ത് ഈ നീ ഓപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് എനിക്കൊരു 7-8 മണിക്കൂർ ടൈമുള്ള ഒരു മേജർ സർജറി ആയിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓവർകം ചെയ്ത് അന്ന് 5 വർഷം 6 വർഷം ജീവിക്കുന്നു പറഞ്ഞെടുത്ത് ഇതുവരെ എനിക്കിപ്പോ 27 വയസ്സായി. അന്ന് ഡോക്ടർമാര് എന്തെങ്കിലും പറഞ്ഞിരുന്നില്ല, കാണാൻ വരുന്നവരാണോ ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞത്? ഈ നമ്മുടെ ബന്ധുക്കാരൊക്കെ തന്നെ കാണാൻ വരുമല്ലോ, അപ്പൊ അതില് വേണ്ടപ്പെട്ട 1-2 പേര് പലവട്ടം വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞാണ് ഇതേപോലെ സർജറി കഴിഞ്ഞാൽ അവർക്കറിയാവുന്ന ഒരാളുണ്ട്, കൊച്ചുണ്ട്, 4 വർഷം 5 വർഷം കഴിഞ്ഞപ്പോൾ അത് മരിച്ചുപോയി, ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്ന പിള്ളേർക്കൊന്നും വലിയ ആയുസ് കാണത്തില്ല. അതൊക്കെ എൻ്റെ ഉമ്മിയെടുത്ത് പറയുമ്പോൾ ഉമ്മിക്ക് അതൊക്കെ കേട്ട് കാര്യം, എനിക്ക് അന്ന് അതിന്റെ സീറ്റിന് കാര്യങ്ങൾ അറിയത്തില്ല. പിന്നെ ചിലരിങ്ങനെ വന്ന് അഭിനയിച്ച് കാണിക്കും, കൈയൊക്കെ ഇങ്ങനെ തളർത്തി വെച്ചിട്ട് ഇങ്ങനെ നടന്നാൽ ഇതേപോലെ ആയിരിക്കും ചിലപ്പോൾ നടക്കാൻ പോകുന്നത്. അന്ന് എന്നെ നടത്തിയിട്ടില്ല, ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേക്കുന്നത്. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര സ്ട്രഗിൾ. എൻ്റെ ഉമ്മി ആണ് എന്നെ ഫുള്ള് സപ്പോർട്ട് ചെയ്ത്. ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ അറിഞ്ഞു? പിന്നീട് എപ്പോഴാണ് ഒരു കിഡ്നി റിമൂവ് ചെയ്തു എന്നുള്ളത് അറിഞ്ഞ എപ്പോഴാണ് ആൽഫിയ? പയ്യെ നമ്മൾ അറിയില്ലോ, നമ്മൾ ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം വയറ്റിൽ വലിയൊരു പാട് കാര്യങ്ങളൊക്കെ ഉണ്ടായി, ഇങ്ങനെ ഒട്ടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതൊക്കെ റിമൂവ് ചെയ്യാനും സ്റ്റിച്ച് എടുക്കാനും, അപ്പോഴും എന്തിൻ്റെ ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ലല്ലോ. പിന്നെ പയ്യെ പയ്യെ വീട്ടിലൊക്കെ പറയുന്ന കേട്ടാണ് കിഡ്നി എന്നുള്ള സംഭവം എന്താണെന്ന് നമുക്ക് 8 വയസ്സിൽ അറിയത്തില്ലല്ലോ. അങ്ങനെ ആ ഒരു സമയത്ത് എൻ്റെ ഉമ്മച്ചി വാപ്പിച്ചി അവർ അവരുടെ വീട് വെക്കാൻ വേണ്ടി വെച്ച ഫണ്ടൊക്കെ വെച്ചിട്ടാണ് എൻ്റെ ഓപ്പറേഷനൊക്കെ അന്ന് നടത്തിയിരുന്നത്. അങ്ങനെ വാപ്പിക്കൊക്കെ ഭയങ്കര പൈസ സാമ്പത്തികമായിട്ട് വീടൊക്കെ വിൽക്കാൻ വരെ പോയി ആ സമയത്ത്. പിന്നെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു ആ വീടെന്നുള്ളത്. അപ്പം അങ്ങനെ അതുകൊണ്ട് അവർ ഭയങ്കര സ്ട്രഗിളൊക്കെ ചെയ്തത്, കടവും അവിടുന്ന് ഇവിടുന്നൊക്കെ വാങ്ങിച്ച് റോൾ ചെയ്ത് അവർ ആ വീടൊക്കെ അങ്ങനെ സ്റ്റേ ചെയ്ത് നിർത്തി. അപ്പൊ അന്നൊരു ഓപ്പറേഷൻ ഒക്കെ ചെയ്യാന്ന് പറയുമ്പോ എത്രയായിരുന്നു അന്ന് പൈസ? എത്ര ലക്ഷങ്ങളൊക്കെ ആയോ? അന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടത്, അന്ന് നമ്മുടെ വണ്ടാന ആശുപത്രി ഉണ്ട്, നമ്മുടെ മെഡിക്കൽ കോളേജ്, അത് മെഡിക്കൽ കോളേജ് നമ്മുടെ ഇവിടെയായിരുന്നു, ഇപ്പൊ ജനറൽ ഹോസ്പിറ്റലായിട്ട് ഇരിക്കുന്നില്ല, അവിടെയായിരുന്നു. അപ്പം ഓപ്പറേഷൻ ഒന്നും വലിയ ഫണ്ട് വന്നിട്ടില്ല, അതിന്റെ ശേഷമുള്ള കുറെ കാര്യങ്ങൾക്കായിട്ട് 4-5 ലക്ഷം രൂപക്ക് ഓളം എനിക്ക് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവര് തന്നെ വീടിനൊക്കെ വെച്ച ഫണ്ടും അവർക്ക് ലോണൊക്കെ കിട്ടി, അതൊക്കെ എടുത്ത് ഇങ്ങനെ ചെലവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് പിന്നെ ഉമ്മക്കും ഉപ്പക്കും ഭയങ്കര വിഷമമായിക്കാണ് ഈ ബന്ധുക്കളൊക്കെ ഇങ്ങനെ മോള് ജീവിക്കില്ല, എന്നിട്ട് ഇന്ന് ഇവിടം വരെ എത്തി, ഇന്നൊരു വലിയൊരു ബിസിനസ്, എന്താ പറയുക, ഹെയർ ഓയിൽ ബിസിനസിന്റെ ഒരു വലിയ തലപ്പത്ത് ഇരിക്കുന്നു. ഭയങ്കര പ്രൗഡായിരിക്കില്ലേ ഇപ്പൊ മോളെ കുറിച്ച് ഉമ്മക്കും ഉപ്പക്കും? അവരെന്താ പറയുന്നേ? തീർച്ചയായിട്ടും. കാര്യം നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളെ പറ്റി ആരെങ്കിലും ഒരാൾ നല്ലത് പറയുമ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് മക്കളെ പറ്റി നല്ലത് പറയുമ്പോൾ ഒന്നും കൂടെ അപ്പൊ എന്നെ സംബന്ധിച്ച് ഒന്നും ആകത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതേപോലെ ആയി പോകൂന്ന് പറഞ്ഞിടത്തുനിന്ന് ഇത്രയും വന്നപ്പോൾ അവർക്ക് എല്ലായിടത്തും എൻ്റെ മോളാണ് ചെയ്യുന്നത് എന്താണ് എന്ന് പറയാൻ ഭയങ്കര പ്രൗഡാണ്. എവിടെ ചെന്നാലും പറയും അവർക്ക് ഇന്ന ഇതുണ്ട്, ബിസിനസ് ഉണ്ട്, അവർക്ക് സ്റ്റാഫുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ആയതിൽ. അതിനെക്കാട്ടി ഏറ്റവും സന്തോഷം എൻ്റെ ഉമ്മിയുടെ ഉമ്മാക്കാട്ടാ. പുള്ളിക്കാരിയായിരുന്നു എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ആകണം, പൈസ നമ്മുടെ കയ്യിൽ വേണം, പെൺപിള്ളേരാണ്, നമ്മള് ഇങ്ങനെ താന്ന് എന്തെങ്കിലും വേണമെന്നുള്ളത്. പക്ഷെ എനിക്ക് വിഷമം എന്താന്ന് വെച്ചാല്, ഞാനൊരു നിലയിലായപ്പോ പുള്ളിക്കാരി ആകെ ബെഡിൽ ആയിപ്പോയി. ഇപ്പം വലിയ മെമ്മറി കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളെ ജീവിച്ചിരിപ്പോണ്ട്. പുള്ളിക്കാരിക്ക് അങ്ങനെ അന്നാളെ അറിയാം പേര് കാര്യങ്ങളൊക്കെ അറിയാം, പഴയ കാര്യങ്ങളൊന്നും അത്ര ഓർമ്മയിൽ വരത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടം. പുള്ളിക്കാരി എപ്പോഴും ഇങ്ങനെ പറയും, നീ നോക്കിക്കോ, ചിന്നു വലുതാകുമ്പോ അവൾക്ക് പൈസ വരും കയ്യിൽ, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പൊ നമ്മൾ വെറുതെ പറയുന്നതാന്നുള്ള രീതിയിൽ ഇരുന്നു. പക്ഷെ ഇന്ന് നമ്മളൊരു ഇത് വന്നപ്പം പുള്ളിക്കാരിക്ക് ഹോസ്പിറ്റലിലൊക്കെ കുറെ കൊണ്ടുപോകാൻ അറിയാനെന്നുള്ള ഒരു ഇതില്ലാതായിപ്പോയി. ഇപ്പൊ കാണിച്ചപ്പോഴാണെങ്കിലും പറഞ്ഞു, പുള്ളിക്ക് അത് ഇനി കാണിച്ചാലും വലിയ ഇതായിട്ട് റിസൾട്ട് കിട്ടത്തില്ല എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മൾ കൊണ്ടുപോയിട്ടും കാര്യമില്ല, അതൊരു വിഷമമാണ്. പിന്നെ ഒരുപാട് ഈ കല്യാണമൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഒരു കിഡ്നിയുള്ളൂ, അപ്പൊ അങ്ങനെ കല്യാണങ്ങളൊക്കെ മുടങ്ങിപ്പോവുക, അല്ലെങ്കിൽ പ്രണയിച്ചവരൊക്കെ വിട്ടുപോകുക, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലിന്ന് ആയിട്ട് ഒരു കല്യാണം വന്നിട്ടുണ്ടായിരുന്നു.
അപ്പം അത് ആദ്യം എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു കേട്ടോ. അത് പറഞ്ഞു കൊടുത്ത ആളെ ഞാൻ പറയാം. ലാസ്റ്റ് ഇതിൽ ട്വിസ്റ്റ് ഉണ്ട്. അത് വീട്ടിൽ പറഞ്ഞു കൊടുത്ത് അത് വീട്ടിലറിഞ്ഞ് എനിക്ക് കുറച്ച് അടിയും വഴക്കൊക്കെ കിട്ടി, നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ്. അത് കുറച്ച് ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു, ഒരു 6-7 മണിക്കൂർ ദൂരമുള്ള ഒരു ഇതായിരുന്നു. പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞത് ഫുള്ള് സ്റ്റോപ്പൊക്കെ ചെയ്ത് വീട്ടുകാരുടെ ഇഷ്ടത്തിലൊരു ആലോചനയൊക്കെ കൊണ്ടുവന്ന്. അപ്പം അതൊരു 1 ഇയർ വെച്ചിട്ടായിരുന്നു കാര്യം. അതായത് ഇങ്ങനെ വളയിടിച്ചില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് ചടങ്ങുണ്ട്, അത് വെച്ചിട്ട് 1 ഇയർ കഴിഞ്ഞിട്ട് കല്യാണം പറഞ്ഞതായിരുന്നു. അപ്പോൾ അത് വന്ന സമയത്ത് ഇതേപോലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിഡ്നിയുടെ കാര്യവും ഒക്കെ അവർക്കെല്ലാം ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ നിന്ന്. പിന്നെ ഒരു 7-8-9 മാസമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഫോൺ വിളിക്കുമല്ലോ, നമ്മൾ ഓഡിറ്റോറിയവും എല്ലാം ബുക്ക് ചെയ്ത് സെറ്റ് ചെയ്ത സംഭവമാണ്. ഒരു കല്യാണത്തിന് വേണ്ടി 2 മാസം നിന്നപ്പോഴാണ് ആ കല്യാണം വേണ്ട എന്നുള്ളത്. അത് ഞാനായിട്ട് തന്നെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊരു ടോക്ക് വന്ന് ഇങ്ങനെ സംസാരിച്ചപ്പം നമുക്ക് എപ്പോഴും നമ്മുടെ പാർട്ട്ണർ നമ്മളെ പറ്റി നല്ലത് പറയണം, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരാൾ. അപ്പോൾ പുള്ളി ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ ആഫ്റ്റർ മാരേജ് നമുക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നിങ്ങനെ ടോക്ക് പറഞ്ഞു. അപ്പം ഞാൻ എന്താണ് റീസൺ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അറിവില്ലായ്മ കൊണ്ടായിരിക്കും പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇതേപോലെ കിഡ്നി ഇല്ലെങ്കിൽ കുഞ്ഞ് ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ഇത് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഇതങ്ങനെ ആ ഒരു സംഭവം ഉണ്ടാകുന്ന എനിക്കും അറിയത്തില്ലല്ലോ. അപ്പം ഞാനൊരു ഡോക്ടറിനെ ഇങ്ങനെ ഉമ്മച്ചിയെ കാണിക്കാൻ പോയ സമയത്ത് തന്നെ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംസാരം വന്ന്. അപ്പൊ പുള്ളി പറഞ്ഞത് അത് വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും മോക്ക് നല്ലതെന്ന്. ആ ഡോക്ടർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ആ ബന്ധം വേണ്ടാന്ന് വെക്കുന്നതായിരിക്കും നല്ലത്. കാര്യം നമ്മുടെ പാർട്ണർ ആയിരിക്കണല്ലോ നമ്മുടെ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട. അവര് തന്നെ ഇങ്ങനെ നമുക്ക് കുഞ്ഞുണ്ടാകത്തില്ല വേണ്ട എന്നുള്ള രീതിയിൽ ഉള്ള വർത്താനമൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ മനസ്സിൽ പിന്നെ ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മുന്നോട്ട് പോകത്തില്ല. കാര്യം പുള്ളിയുടെ അറിവില്ലായ്മക്ക് തിരുത്താൻ സാധിക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ഇത് നിർത്തിയേക്കാം. ടോക്സിക് ആയിരുന്നു റിലേഷൻഷിപ്പ്. അതും ഉണ്ടായിരുന്നു. അതും നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. കാര്യം നമ്മള് ചിലപ്പോൾ ചിരിച്ചോണ്ടിരിക്കും, പെട്ടെന്ന് ദേഷ്യമാകും. അപ്പൊ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഫോണൊന്നും യൂസ് ചെയ്യില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒന്ന്. പിന്നെ ഈ ഒരു രണ്ടാമത്തെ കാര്യം, ഈ സംസാരം പറഞ്ഞല്ലോ, അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര ഇതായിപ്പോയി. നമ്മുടെ വിഷമമാണോ തോന്നിയ ഞാൻ ഇത്രയും നാൾ പ്രണയിച്ച ഒരാള് ഇങ്ങനെയാണല്ലോ എന്നെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞത്. അപ്പൊ അന്നേരം എന്തായിരുന്നു ആ മൊമെന്റ്? നമുക്ക് മെയിൻ വിഷമം അത് തന്നെയാണ്. നമ്മള് എന്തായാലും നമ്മളിനി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരാൾ നമ്മുടെ കൂടെ നിൽക്കണമെന്ന് വിചാരിച്ച ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. അപ്പം മനസ്സിലായി, ഇനി നമ്മൾ ലൈഫിലോട്ട് എടുത്തു വെച്ചാലും പിന്നെയും ഭാവിയിൽ നമ്മൾ തമ്മിൽ അടിയും ബഹളവും മനസ്സിലാക്കാതെയൊക്കെ വരും. അപ്പം അതവിടെ ക്ലോസ് ചെയ്ത്, ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്ത്. അങ്ങനെ പിന്നെയും ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കോളേജിലേക്കൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ തുടങ്ങി. പിന്നെ അവിടെ നിന്നൊരു ട്വിസ്റ്റായിരുന്നു. ആ ട്വിസ്റ്റ് ഞാനിപ്പം വെളിപ്പെടുത്താം. അതിന് മുമ്പ് ഒരുപാട് പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് കഷ്ടപ്പാടൊക്കെ. നമ്മളിങ്ങനെ ഒരു കിഡ്നി ഇല്ലാതിരിക്കുമ്പോൾ ഭയങ്കര കുട്ടിക്കാലത്ത് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ ആരോഗ്യപരമായ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്? എനിക്ക് ഈ അതായത് ഫുൾ ഞാൻ ആക്റ്റീവാണ്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒരു കുഴപ്പമില്ല. പെട്ടെന്നൊരു ഛർദില് പോലെ, പനി, ഒരു ചെറിയ ചൂട് പോലെയൊക്കെ വന്നിട്ട് പോയിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണേലും എനിക്ക് ഹെൽത്ത് ഇഷ്യൂ അങ്ങനെ ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞ് റിമൂവ് ചെയ്തതിന് ശേഷം എങ്ങനെയായിരുന്നു? ആ ഒരു നോർമൽ ലൈഫ് തന്നെയായിരിക്കും? കുറച്ച് കാലം, ഒരു 6 മാസത്തോളം നമുക്ക് റെസ്റ്റ് ആയിരുന്നു, ഫുള്ള് റെസ്റ്റാ. പിന്നെ അത് കഴിഞ്ഞ് ഓരോ 6 മാസം കൂടുമ്പോഴും ചെക്കപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് അല്ലാതെ ജനറ്റിക്കായിട്ടുള്ളതാണ്, ശ്വാസം മുട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, അലർജി അങ്ങനത്തെ. അല്ലാതെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. അങ്ങനെ വരുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്കൊന്നും വന്നിട്ടില്ല. ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഉറങ്ങാതിരിക്കുമ്പോ അങ്ങനെ ഇപ്പോഴും മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടോ? ഇപ്പം മരുന്ന് കാര്യങ്ങളൊന്നും കഴിക്കുന്നില്ല. ആ കുറച്ച് കാലത്തേക്ക് അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറേ കാലമായിട്ട് അങ്ങനെ മെഡിസിനോ കാര്യങ്ങളോ, എനിക്കൊന്ന് 15 വർഷത്തിന് മുകളിലായി നമുക്ക് മെഡിസിനോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ വർക്ക് ചെയ്യുമ്പം കുറേ നേരം നിന്ന് കഴിയുമ്പോഴൊക്കെ ഈ ഒരു ഏരിയ സർജറി കഴിഞ്ഞ ഏരിയക്ക് നല്ല പെയിൻ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ തന്നെ ഇവിടെ അങ്ങ് നമുക്ക് കിഴച്ച് ഇരിക്കും. അപ്പം കുറേ നേരം മാറി റെസ്റ്റ് എടുക്കും, പിന്നെയും വന്ന് അങ്ങനെ നിന്നാ ചെയ്യുന്നത്. ഒരു കിഡ്നി ഇല്ലെങ്കിലും നമുക്ക് ആരോഗ്യപരമായ ഒരു ജീവിതം മുന്നോട്ട് നയിക്കാൻ, ഇങ്ങനെ ബിസിനസ് ചെയ്യാൻ അല്ലേ? തീർച്ചയായും അതിനുള്ള ഏറ്റവും വലിയ ഒരു ഉദാഹരണം ഞാനാണ്. കല്യാണം കഴിഞ്ഞ് ഒരു മോനും ഉണ്ട്, ഞാൻ ബിസിനസ്സും ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം എൻഗേജ് ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട്, ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം നമ്മുടെ ജിമ്മിലെല്ലാം പോകുന്നുണ്ട്. നമുക്ക് എല്ലാം തെറ്റിദ്ധാരണയാണ്, നമുക്ക് ഇന്നതൊന്നും പറ്റത്തില്ല. നമ്മൾ ശ്രമിച്ചാൽ എല്ലാം നടക്കും. അതിനൊരു അവയവം ഇല്ലായ്മ അല്ലെങ്കിൽ ഒരു സംഭവം ഇല്ലായ്മ ഒരു പ്രശ്നമൊന്നുമല്ല. നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നത്. ഒരുപാട് പേർക്ക് എന്താ പറയാ, ഇൻസ്പയർ ആവണം ഈ ആൽഫിയുടെ ലൈഫ് കണ്ടിട്ട്. തീർച്ചയായിട്ടും. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ വീഡിയോസ് ഒക്കെ ഇടുമ്പം ഒരുപാട് ലേഡീസ് എനിക്ക് എൻ്റെ ക്യാപ്ഷൻ ആണെങ്കിലും ഇതെല്ലാം കണ്ടിട്ട് അവരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഇത്താടി ഇത് കണ്ടിട്ട് ഞാനിപ്പം മൈലാഞ്ചി ബിസിനസ് തുടങ്ങി, ബേക്കിങ് തുടങ്ങി. ഞാനിടുന്ന ഓരോ ക്യാപ്ഷനും അങ്ങനെ തന്നെയായിരിക്കും, നിങ്ങൾ ലേഡീസ് മുന്നോട്ട് വരണമെന്നുള്ള രീതി. എൻ്റെ സ്റ്റാഫുകളാണെങ്കിലും ഒരാൾ പോലും ഇതില്ല, എല്ലാം ലേഡീസ് തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം അവർ മുന്നോട്ട് വരുമ്പം അവരുടെ മക്കൾക്കും അല്ലെങ്കിൽ ഒരു ഫാമിലിക്കും അതൊരു താങ്ങായിരിക്കും.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ പറയും ഞാനിപ്പോൾ വീട്ടിൽ ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, സ്റ്റിച്ചിങ് യൂണിറ്റ് തുടങ്ങി ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാകാറുണ്ട് അത് കേൾക്കുമ്പോൾ. ഞാൻ കാരണം ഒരാളെങ്കിലും ലൈഫിൽ ഇതാകുന്നുണ്ടല്ലോ എന്ന്. നമ്മുടെ ഉദ്ദേശം അത് തന്നെയാണ്. വീഡിയോ ഒക്കെ ഇടുമ്പം സെയിലിനുപരി ആളുകൾ കുറച്ചും കൂടെ ഇതാകണം, മോട്ടിവേറ്റഡ് ആയിട്ട് മുന്നോട്ട് വരണമെന്നുള്ളതാണ്.